അതിൻ്റെ അകത്ത് കഴിഞ്ഞ 20ഓളം കൊല്ലം നമ്മുടെ കൂടെ യാത്ര ചെയ്യുന്ന ഒരു കോൺട്രാക്ടറാണ് പ്രകാശേട്ടൻ, അവരുടെ ഗ്രൂപ്പായ ചാമേരി ബിൽഡേഴ്സ്. ഞാൻ 3 തലമുറയ്ക്ക് വീടെടുത്ത ഒരാളാണ്. ഒരേ കുടുംബത്തിൽ 3 തലമുറയ്ക്ക് വീടെടുത്ത് കൊടുത്ത ഒരാളാണ്. 3ാമത്തെ തലമുറയുടെ വീട് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ നമ്മളെ വീടെടുക്കുന്ന ആളുകൾക്കും ഞങ്ങളോട് ഒരു പ്രത്യേക സ്നേഹം എന്താണെന്ന് പറഞ്ഞാൽ, ഞങ്ങൾ ഒന്ന് വർക്ക് ചെയ്യുകയും അവരുടെ കൂടെ തന്നെ നിന്നുകൊണ്ട് അവരുടെ ക്വാളിറ്റിക്ക് അനുസരിച്ചിട്ട് അവരുടെ ഫ്രണ്ട്ഷിപ്പ് നിലനിർത്തുന്ന രീതിയിലേക്ക് നമ്മൾ വരികയും ചെയ്യുന്ന ഒരു ചുറ്റുപാടായിരുന്നു ഉണ്ടായിരുന്നത്. അതായത് നമ്മുടെ ഒരു ക്ലയൻറ്റ് എന്ന് പറയുന്നത്, നമ്മളെ കാണുന്നത് അവരുടെ മനസ്സിൽ ആഗ്രഹിച്ച വീടും മനസ്സിൽ ആഗ്രഹിച്ച വീട്ടിൻ്റെ ഓരോ സൗന്ദര്യങ്ങളായാലും അതിൻ്റെ ക്വാളിറ്റി ആയാലും അത് ഞങ്ങളിൽ നിന്ന് കിട്ടുന്നുള്ളൊരു പ്രതീക്ഷയിലാണ് അവർ ഞങ്ങളെ വിളിക്കുന്നത്. പക്ഷേ ആ വിളിക്കുന്ന അതനുസരിച്ചിട്ട് വളരെ നന്നായിട്ട് തന്നെ അത്തരം കാര്യങ്ങൾ ചെയ്തു കൊടുക്കുകയും ഞങ്ങൾ നാടൻ ഭാഷയിൽ പറഞ്ഞാൽ വീട്ടിൽ കൂടുക എന്നുള്ളതാണ്. ഞങ്ങൾ വീടെടുത്ത് കൊടുത്ത് വീട്ടിൽ കൂടിക്കാൻ ചെല്ലുന്നവരാണ്, അല്ലാതെ ഒരു പൈസ മേടിച്ച് വീടെടുത്തിട്ട് പുറത്തേക്ക് പോകുന്നവരല്ല. അപ്പോൾ ഞങ്ങൾ ആ വീടെടുത്ത് കഴിഞ്ഞാലും ആ ബന്ധം ഞങ്ങളിൽ എപ്പോൾ നിലനിൽക്കും. ആ നിലനിൽക്കുന്നത് കൊണ്ട് തന്നെയാണ് ഞങ്ങൾക്ക് ഇത്രയും ഫ്രണ്ട് സർക്കിളും ഇത്രയും ക്ലയൻസുകൾ ഞങ്ങളെ കൂടെ തന്നെ, എൻ്റെ കൂടെ തന്നെ ബിസിനസ്സിൽ പാർട്ണർഷിപ്പുള്ള ക്ലയൻസ് വരെ ഞങ്ങളുടെ കൂട്ടത്തിലുണ്ട്. എന്നുകൊണ്ട് വെച്ചാൽ ഞങ്ങളുടെ ക്വാളിറ്റിയും അവരുടെ ഇടപെടലും അങ്ങനെയായിരുന്നു. അതുതന്നെയാണ് ഞങ്ങളെ മക്കളിലേക്കും ഞങ്ങൾ കൊണ്ടു നടക്കുന്നത്. കാരണം അവരെ പഠിപ്പിച്ചുകൊണ്ടിരുന്നതും അത് തന്നെയാണ്. അവർ എൻജിനീയേഴ്സായി പുറത്ത് വരുമ്പോഴും ഞങ്ങളെ കൂടെ നിന്ന് കാര്യങ്ങൾ ചെയ്യുമ്പോഴും അവർക്ക് ഞങ്ങൾ കൊടുത്തിരിക്കുന്ന ഇതെന്താണെന്ന് പറഞ്ഞാൽ, ഞങ്ങളെന്താണോ പഠിച്ചു വന്നിരിക്കുന്നത് അല്ലെങ്കിൽ ചെയ്തു വന്നിരിക്കുന്നത്, ആ ചെയ്തു വന്നിരിക്കുന്നത് തന്നെയായിരിക്കണം ഞങ്ങൾ കൊടുക്കേണ്ടത്. ആ കൊടുക്കുന്നതാണ് നമുക്ക് അവരുടെ കിട്ടുന്ന വാല്യൂ. ആ വാല്യൂ ആണ് ഞങ്ങളിന്ന് മാർക്കറ്റിൽ ഞങ്ങളൊരു ചാമേരി എന്നുള്ള ഒരു കമ്പനി നമ്മൾ ക്രിയേറ്റ് ചെയ്ത് മുൻപോട്ട് കൊണ്ടുപോയി ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഓരോ മൂലകളും അത്രയും കെയർഫുള്ളായി ചെയ്തു കൊടുത്ത് നോക്കി കണ്ടുകൊണ്ട് ആണ് ഓരോ വീടും നിർമ്മിച്ച് നമ്മൾ അവർക്ക് നൽകണമെന്ന് ആഗ്രഹിക്കുന്നതും ചെയ്യുന്നതും. അപ്പോൾ അങ്ങനെ നമ്മളിപ്പോൾ ഒരു വീട് എടുത്തു കൊടുക്കുമ്പോൾ വീടെടുത്ത് വാങ്ങിക്കുന്ന ആൾക്കും അവർക്കും അവരുടെ മക്കളെ മക്കൾക്കെല്ലാം വേണ്ടി സുരക്ഷിതമായി നിൽക്കണം എന്നുള്ള രീതിയിലാണ് അവർ വീട് നമ്മുടെ അടുത്ത് വാങ്ങിക്കുന്നത്. അങ്ങനത്തെ ഒരു വീട് വിഭാവനം ചെയ്യുക അല്ലെങ്കിൽ ഉണ്ടാക്കി കൊടുക്കുക എന്നുള്ളത് തന്നെ നമ്മുടെ ചാമേരി ബിൽഡേഴ്സിൻ്റെ ഒരു പ്രത്യേകത തന്നെയാണ്. അതുകൊണ്ട് തന്നെയാണ് ഓരോ ക്ലയൻസും നമ്മളെ ഇഷ്ടപ്പെടുന്നതും. ഭാവിയിൽ അവരുടെ മക്കൾക്ക് വീടെടുക്കുമ്പോഴും, ഞാൻ 3 തലമുറയ്ക്ക് വീടെടുത്ത ഒരാളാണ്. ഒരേ കുടുംബത്തിൽ 3 തലമുറയ്ക്ക് വീടെടുത്ത് കൊടുത്ത ഒരാളാണ്. 3ാമത്തെ തലമുറയുടെ വീട് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആ ബന്ധം നിലനിർത്താൻ പറ്റിയത് അതുകൊണ്ട് തന്നെയാണ് ഇത്രയും വർഷത്തിനിടയിൽ. കഴിഞ്ഞ 40 ഇയേഴ്സായിട്ട് ഞങ്ങളുടെ അച്ഛൻ ബിൽഡ് ചെയ്ത ഒരു ലെഗസി ഉണ്ട്. ആ ലെഗസി ഞങ്ങൾ ജസ്റ്റ് ഒരു പ്രോഡക്റ്റ് ഡെലിവർ ചെയ്തിട്ട് മാത്രം ഉണ്ടായതല്ല, അത് ക്വാളിറ്റി ഓഫ് വർക്ക്, നമ്മൾ ആ ടൈം ലൈനിൽ ഡെലിവർ ചെയ്ത് അങ്ങനത്തെ കുറച്ച് ആസ്പെക്ട്സിൻ്റെ പുറത്ത് ബേസ്ഡാണ് ഞങ്ങൾ ആ ലെഗസി ബിൽഡ് ചെയ്തത്. അപ്പോൾ ആ സെക്കൻഡ് ജനറേഷൻ ഞങ്ങൾ ഈ റിയൽ എസ്റ്റേറ്റിലോട്ട് സ്റ്റെപ്പ് ഇൻ ചെയ്യുന്ന സമയത്ത് നമ്മൾ മെയിൻലി ഫോക്കസ് ചെയ്യുന്നത് ആ ഒരു ക്വാളിറ്റി ഓഫ് വർക്ക് ഡെലിവർ ചെയ്യണം തന്നെയാണ്. ബിക്കോസ് ഇഫ് യു സീ എത്ര ബിൽഡേഴ്സ് നിങ്ങൾ കാണും ആ ഒരു ടോപ്പ് നോച്ച് ക്വാളിറ്റിയിൽ ഒരു പ്രോജക്റ്റ് ഡെലിവർ ചെയ്യുന്നത്. മേ ബി ബിക്കോസ് അവർക്കത് സെല് ചെയ്യാൻ വേണ്ടിയിട്ട് അവർ പല പ്രോപ്പർട്ടീസ് പറയുന്നുണ്ടാവും. ബട്ട് ഞങ്ങളുടെ ആ ഒരു യുണീക്ക് പണ്ടോട്ടെ ഉണ്ടാക്കിയ ഒരു പോയിന്റ്, ഒരു ലെഗസി എന്ന് പറയുന്നത് ആ ക്വാളിറ്റിയും ക്ലയൻറ്റിനോടുള്ളൊരു ട്രസ്റ്റഡ് റിലേഷൻഷിപ്പാണ്. ഇപ്പോൾ ചാമേരി ബിൽഡേഴ്സ് പണ്ടോട്ടെ അച്ഛൻ്റെ ആ ട്രസ്റ്റും റിലേഷൻഷിപ്പിൻ്റെ ബേസിൽ ഞങ്ങൾ കുറേ ക്ലയൻസ് ക്ലോസ് ഫ്രണ്ട്സ് ആയിട്ട് മാറിയിട്ടുണ്ട്. ആ ബേസിസിൽ ഞങ്ങളൊരു കമ്മ്യൂണിറ്റി ബിൽഡ് ചെയ്തിട്ടുണ്ട്. നമ്മളെ ക്ലയൻറ്റിൻ്റെ കൂടെ നല്ല റിലേഷൻഷിപ്പ്, ക്ലോസ് ഫ്രണ്ട്ഷിപ്പിലായിട്ട് മാറി നമ്മൾ ലോങ് ടേം ഒരു റിലേഷൻഷിപ്പ് നല്ല ഒരു വെയിലും മുമ്പോട്ട് കൊണ്ടുപോയിട്ടുണ്ട്. ജേണി എന്ന് പറയുമ്പോൾ നമ്മുടെ ചെറുപ്പകാലത്തുള്ള ജോലിയാണ് നമ്മുടെ ജേണിയുടെ തുടക്കം. ചെറുപ്പകാലത്ത് എന്ന് പറയുമ്പോൾ 10-18 വയസ്സിൽ തുടങ്ങിയ നമ്മുടെ മലബാർ മേഖലയിലുള്ള ചെങ്കല്ല്, ഇന്നത്തെ കാലഘട്ടത്തിൽ എല്ലാവരും ലാറ്ററേറ്റിന് ഇംഗ്ലീഷ് പ്രയോഗം ഉപയോഗിക്കുന്ന ഇന്നത്തെ ആ കല്ലിന് ഞങ്ങൾ സംസാരിച്ചുകൊണ്ടിരുന്നതും ഞങ്ങളുടെ രീതിക്കും ചെങ്കല്ല് എന്നാണ് പറയുന്നത്. ആ ചെങ്കല്ല് ചെത്തുക എന്ന് പറയുന്ന, ഡ്രസ്സ് ചെയ്യുക എന്ന് പറയുന്നത് ഇന്നത്തെ ആളുകൾക്ക് അറിയാൻ പറ്റുമോ അറിയില്ല. കാരണം ഇന്ന് കല്ലുകളുടെ ചുറ്റുപാടുകളൊക്കെ മാറി, ഇപ്പം മിഷൻ കട്ടിങ് കല്ലുകളായി. അപ്പോൾ അത് ചെത്തി കൂലി വാങ്ങിച്ച് ജോലി ചെയ്തുകൊണ്ട് വളർന്നു വന്ന ഒരു രീതിയായിരുന്നു ഞങ്ങളുടെ. അതിങ്ങനെ ജോലി ചെയ്ത് ഇങ്ങനെ വളരെ കഷ്ടപ്പാടിൻ്റെ രീതിക്കനുസരിച്ചിട്ട് അതിൽ തന്നെ ഓരോ സമയത്തിനും ഞങ്ങൾ അതിൻ്റെ ഒരു ഡെവലപ്മെൻറ്റ് കണ്ടെത്തിയിരുന്നു. ഡെവലപ്മെൻറ്റ് എന്ന് പറയുന്നത്
നമ്മൾ ഈ എങ്ങനെയാണ് ഈ പണി സ്വന്തമായി പഠിച്ചെടുക്കുക എന്നുള്ളതാണ് ഉണ്ടായിരുന്നത്. അപ്പോൾ ഓരോ കാലഘട്ടത്തിൻ്റെയും പുതിയ ജനറേഷൻ്റെ കൂടെ നിന്നുകൊണ്ട് ഇത് ഡെവലപ്പ് ചെയ്ത് നല്ല രീതിയിലുള്ളൊരു മേസ്ത്രിയായി അതിന് പുറത്ത് അതിനോടനുബന്ധിച്ച് വരുന്ന സിവിൽ വർക്കിലുള്ള എല്ലാ കാര്യങ്ങളും സ്വന്തം ചെയ്യുന്ന രീതിയിലേക്ക് വരുന്നതായി, അങ്ങനെ ഒരു കോൺട്രാക്ടർ രീതിയിലേക്ക് വരുന്നൊരു ചുറ്റുപാടിലാണ് ഞങ്ങൾ പിന്നെ ഉണ്ടായിരുന്നത്. ഒരു വീടെന്ന് പറയുന്നത് നമ്മുടെ എല്ലാ സ്വാതന്ത്ര്യങ്ങളും നിറഞ്ഞു നിൽക്കാൻ വേണ്ടിയുള്ളൊരു സ്ഥലം തന്നെയാണ്. കാരണം എന്ന് പറഞ്ഞാൽ വീട്ടിനകത്ത് നമുക്ക് എന്തും പ്രവർത്തിക്കാനും എന്തും നോക്കാനും നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് കൊണ്ടുപോകേണ്ട, നമ്മുടെ മക്കൾക്കടക്കം കൊണ്ടുപോകേണ്ട ഇതിനു വേണ്ടിയാണ് നമ്മൾ വീട് നിർമ്മിക്കുന്നതും നിർമ്മിച്ച് വാങ്ങിക്കുന്നതും. നമ്മൾ എൻജിനീയറിംഗ് പഠിച്ചിറങ്ങുമ്പോൾ നമുക്ക് നമ്മുടെ നാട്ടിൽ തന്നെ എന്തുകൊണ്ട് നമ്മളെ ഫാദർ ഇത്രയും കാലം ഉണ്ടാക്കിയെടുത്ത ഈ ഒരു കൺസ്ട്രക്ഷൻ മേഖല ഒന്നും കൂടി മറ്റൊരു തലത്തിലേക്ക് എന്തുകൊണ്ട് കൊണ്ടുവന്നുകൂടാ, ആ രീതിയിൽ ചിന്തിച്ചാണ് ഞാൻ ഫാദറിൻ്റെ കൂടെ വർക്ക് ചെയ്യാൻ സ്റ്റാർട്ടിങ് എന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ എന്താ പറയുക, ഒരു സൈറ്റ് എഞ്ചിനീയർ നിലയിൽ നമ്മൾ സാധാരണ രീതിയിൽ എന്താ പറയുക മാർക്കിംഗ്, അതേപോലെ മണ്ണിലിറങ്ങി ഒരു വെയിലത്ത് അതിലാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. അതും മൂപ്പറൊരു സ്റ്റൈൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ഒരു മെഷർമെൻ്റ് ആയിക്കോട്ടെ എന്തോ ആയിക്കോട്ടെ, ഒരു അങ്ങോട്ടും ഇങ്ങോട്ടും മാറാത്ത രീതിയിലാണ് നമ്മൾ വർക്ക് ചെയ്യുക. അത് കണ്ടിട്ടാണ് നമ്മൾ ഈ വർക്ക് പഠിക്കുന്നത്. അപ്പോൾ മൂപ്പരെ കയ്യിൽ നിന്ന് കുറേ കാര്യങ്ങൾ പഠിക്കാനുണ്ടായിരുന്നു ഈ വർക്ക് ക്വാളിറ്റിൻ്റെ ബേസിൽ തന്നെ. മാത്രമല്ല അതിൽ കൂടുതലായി നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം അതേപോലെ തന്നെ കസ്റ്റമറെ നമ്മളെങ്ങനെ കെയർ ചെയ്യുന്നുള്ളതാണ്. കസ്റ്റമർ എന്തൊക്കെ പറയുന്നോ ആ രീതിയിൽ നമ്മൾ ചെയ്തു കൊടുക്കുക. നമ്മളെ ഫാദറിൽ നമ്മൾ ഏറ്റവും കൂടുതൽ കണ്ടൊരു ഏറ്റവും വലിയൊരു ഗുണം കാരണം വെച്ചാൽ കാലത്തിനനുസരിച്ചിട്ട് അപ്ഡേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ആൾ ശ്രമിച്ചു. പുതിയ ആർക്കിടെക്ട്സുമായി കൊളാബറേറ്റ് ചെയ്തിട്ട് നല്ല വർക്കുകൾ ചെയ്യാൻ വേണ്ടി അദ്ദേഹം ശ്രമിച്ചു. അതുകൊണ്ട് തന്നെ അത്തരത്തിലുള്ള ഡെവലപ്മെൻറ്റ് ഈ മേഖലയിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റി, കുറേ കാര്യങ്ങൾ ചെയ്യാൻ പറ്റി. അതുപോലെ തന്നെ നല്ല റിസ്കുകൾ എടുത്ത് അത് പൂർത്തിയാക്കാൻ പറ്റി ആൾക്ക്. ഞാൻ അച്ഛൻ്റെ കൂടെ വർക്ക് ചെയ്യുന്ന സമയത്ത് ചെറിയൊരു ക്രൂ ആയിരുന്നു നമ്മളെ കയ്യിലുണ്ടായിരുന്നത്. അത് ഗ്രാജ്വലി ടൈം അനുസരിച്ചിട്ട് കസിൻ വന്നു, അങ്ങനെ ഇത് വലുതായി ഒരു ഘട്ടമെത്തിയപ്പോൾ നമുക്ക് മനസ്സിലായി ഒരു അടുത്ത സ്റ്റേജിലേക്ക് നമുക്ക് ഇതിനെ വളർത്തിയെടുക്കണം. ഈ അച്ഛൻ്റെ ഇത്രയും കാലത്തെ ഒരു ലെഗസി, ആ ലെഗസിനെ നമുക്ക് ഈ ഒരു കമ്പനിയിൽ നിന്നുള്ള പേരിലേക്ക് കൊണ്ടുവരണം. അങ്ങനെയാണ് ഞങ്ങളൊരു ചമരി ബിൽഡേഴ്സ് എന്ന് പറഞ്ഞൊരു റിയൽ എസ്റ്റേറ്റ് ഡെവലപ്മെൻറ്റ് കമ്പനി നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ ഉദ്ദേശിച്ചത്. ഒരു 22 കൊല്ലമായി ഡി എർത്ത് ഇപ്പോൾ ആർക്കിടെക്ചർ പ്രാക്ടീസിലുള്ളത്. എനിക്കൊന്ന് കേരളത്തിലും ഇന്ത്യയിലുമായി നമ്മുടെ 500 മുകളിൽ ഇപ്പം വീടുകൾ ഡിസൈൻ ചെയ്തിട്ടുണ്ടാവും. ഇപ്പോഴും ഒരുപാട് വീടുകൾ ഡിസൈൻ ചെയ്യുന്നു. നോർത്ത് മലബാറിൽ തന്നെ നമ്മൾ ഒരുപാട് വീടുകൾ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ അകത്ത് കഴിഞ്ഞ 20ഓളം കൊല്ലം നമ്മുടെ കൂടെ യാത്ര ചെയ്യുന്ന ഒരു കോൺട്രാക്ടറാണ് പ്രകാശേട്ടൻ. അവരുടെ ഗ്രൂപ്പായ ചാമേരി ബിൽഡേഴ്സ്. ചാമേരി ബിൽഡേഴ്സിനെ പറ്റിയും പ്രകാശേട്ടനെ പറ്റിയും സംസാരിക്കുകയാണെങ്കിൽ, ഞാൻ ഇന്നലെ പോലും ചെന്നൈയിൽ നിന്ന് വന്നിട്ടേ ഉള്ളൂ. അവിടെ പോലും അവരോട് പറയുന്നത് നമുക്ക് തലശ്ശേരിയിലും ഇങ്ങനെയുള്ള കോൺട്രാക്ടേഴ്സിൽ നിന്ന് വർക്ക് ചെയ്തതിന് ശേഷം മറ്റുള്ള സ്ഥലങ്ങളിൽ പോയിട്ട് ക്വാളിറ്റി എന്ന് പറയുന്ന ഒരു കോൺഷ്യസ് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നില്ല എന്നുള്ളതാണ്. കാരണം നമ്മളും ഈ ആർക്കിടെക്ചറിൻ്റെ ഫീൽഡിൽ നമ്മൾ എന്നും പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ പ്രകാശ് ചേട്ടനെ പോലത്തെ ഒരു കോൺട്രാക്ടർ ഉണ്ടെങ്കിൽ നമുക്ക് ഒരുപാട് പഠിക്കാനുണ്ട്. ഒരു ലാറ്ററൈറ്റ് എങ്ങനെ വർക്ക് ചെയ്യാം, എത്ര പാഷനോടെയാണ് കഴിഞ്ഞ 20 കൊല്ലമായിട്ട് ചെറിയ വർക്കുകളാണെങ്കിലും ചെയ്യുന്നത്. അത് ഒരു വീട് തുടങ്ങുക എന്നുള്ളത് മാത്രമല്ല, ആ വീട് ഒരു വീട്ടിൽ കൂടുതൽ കഴിഞ്ഞ് അവസാന നിമിഷത്തിൽ അവർ കംഫർട്ടബിളായി ഉറങ്ങാൻ പോകുന്നു എന്നൊരു നിമിഷം വരെ ആ ഒരു ക്ലയൻറ്റിനൊപ്പം കൂടെ നിൽക്കുക എന്ന് പറയുന്ന ഒരു സേഫ്റ്റി പോയിന്റ് ഉണ്ട്. നമ്മളവിടെ ഒരു പ്രൊജക്റ്റ് ഏൽപ്പിച്ച് കഴിഞ്ഞാൽ പിന്നെ ആ പ്രൊജക്റ്റിനെ പറ്റി നമ്മളധികം ടെൻഷൻ അടിക്കേണ്ട. അത് ക്ലയൻസും പ്രകാശനും തന്നെ അവർ തമ്മിലുള്ള കമ്മ്യൂണിക്കേഷൻ അത്രയും സ്മൂത്ത് ആയിരിക്കും. അവരുടെ എല്ലാ കാര്യങ്ങളും ചാമേരി ബിൽഡേഴ്സും പ്രകാശനും കൂടെ നോക്കിയിട്ടുണ്ടാവും. അത് അവരുടെ പോർട്ട്ഫോളിയോ പെട്ടതായിരിക്കില്ല. ചിലപ്പോൾ എന്തെങ്കിലും ഒരു അപ്രൂവലുള്ള കൺസേൺസ് ആയിരിക്കും. ചിലപ്പോൾ വേറെ കോൺട്രാക്ടേഴ്സ് വരാത്തതായിരിക്കും. ചിലപ്പോൾ വേറെ എന്തെങ്കിലും മെറ്റീരിയൽസ് തരാത്തതായിരിക്കും. അല്ലെങ്കിൽ ഒരു വീട്ടിൽ കൂടുതലിന് വേണ്ട ചിലപ്പോൾ ഒരു ഇല വരാത്തതായിരിക്കും. പക്ഷെ എന്തിനാണെങ്കിലും കൂടെ നിൽക്കുന്ന ഒരു പ്രകൃതമാണ്. സോ ദാറ്റ് വേ ഐ തിങ്ക് നമ്മൾ എത്രയോ 10, 40, 50 പ്രൊജക്റ്റ് ഡി എർത്തും ചാമേരി ബിൽഡേഴ്സും ഒരുമിച്ച് ചെയ്തിട്ടുണ്ട്. ആൻഡ് അതിലെല്ലാം തന്നെ നമ്മുടെ വളരെ പ്രൗഡായിട്ട് നമുക്ക് വെക്കാൻ പറ്റുന്ന പ്രൊജക്ട്സാണ്.
അതിൽ അതിൻ്റെ ഏറ്റവും വലിയ ഭംഗി എന്ന് പറയുന്ന ഈ പ്രൊജക്ട്സ് എല്ലാം തന്നെ 20 കൊല്ലം 15 കൊല്ലം കഴിഞ്ഞിട്ട് നമ്മൾ തിരിച്ചു പോകുമ്പോൾ അവർ ആ ക്ലയൻസ് ഇപ്പോഴും നമ്മുടെ ഒരു സഹോദരന്മാരെ പോലെ കാണുന്നു, അല്ലെങ്കിൽ അവരിപ്പോഴും അതേ ഹാപ്പിനെസ്സിൽ ആ ഒരു മൊത്തം പ്രോസസ്സ് ഓർക്കുന്നു എന്ന് പറയുമ്പോൾ ഐ തിങ്ക് ദാറ്റ് ക്രിയേറ്റ്സ് ദ റിയൽ വാല്യൂ ഓഫ് ദ എഫേർട്ട്. അപ്പം മറ്റ് പല സ്ഥലങ്ങളിലും വർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പം ഡിയർത്തിൻ്റെ കോൺട്രാക്ടർ ലിസ്റ്റ് എടുത്ത് നോക്കിയാലും നമ്മൾ വർക്ക് ചെയ്ത ക്രാഫ്റ്റ് മെന്മാരുടെ ലിസ്റ്റ് നോക്കിയാലും അതിൽ ഏറ്റവും ടോപ്പിൽ തന്നെ ചാമ്പ്യൻ ബിൽഡേഴ്സും പ്രകാശനും എപ്പോഴും ഉണ്ടാവും.